മാംഗല്യസൂത്രം ഭാഗം 13. അങ്ങനെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടന്നു. ഇന്നാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. മാളുവും വീട്ടുകാരും കാശിയുടെ വീട്ടുകാരുമാണ് പോയത്. കാശി ഉണ്ടായിരുന്നില്ല. നല്ല വില കൂടിയ കാഞ്ചീപുരം പട്ടുസാരിയാണ് അവൾക്ക് എടുത്തത്. ഗോൾഡൻ ആൻഡ് റെഡ് കളർ സാരി. വീഡിയോ കോൾ വിളിച്ച് കാശി തന്നെ ആയിരുന്നു സാരിയൊക്കെ സെലക്ട് ചെയ്തത്. പിന്നീട് അവൾക്ക് വീട്ടിൽ നിന്ന് ഇടാനുള്ളതും പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളതും കൂടി എടുത്തു. പിന്നീട് ഇരു വീട്ടുകാർക്കും എടുത്തു. കാശി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാശി വീഡിയോ കോൾ ചെയ്തിട്ടാണ് കാശിക്കുള്ള ഡ്രസ്സും അവരെടുത്തത്. ഗോൾഡൻ കളർ കുർത്തയും വൈറ്റ് മുണ്ടിൽ ഗോൾഡൻ കളർ കസവ് വരുന്ന മുണ്ടുമാണ് അവരെടുത്തത്. ഡ്രസ്സെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിരുന്നു. പിന്നീട് അവർ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ജ്വല്ലറിയിലേക്ക് പോയി താലിമാലയും സ്വർണവും എടുക്കാൻ. അവൾക്ക് കല്യാണത്തിനിടാനുള്ള മുഴുവൻ സ്വർണവും കാശി തന്നെയായിരുന്നു എടുത്തു കൊടുത്തിരുന്നത്. 101 പവനോളം സ്വർണവും കൂടാതെ 10 പവൻ്റെ താലിമാലയും പിന്നെ അവൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു താലിക്ക് വേണ്ടിയിട്ടുള്ള ചെയിനുമാണ് അവരെടുത്തത്. ഇതെല്ലാം എടുക്കുമ്പോഴും മാളുവിനൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും സ്വർണവും ഡ്രസ്സും ഒക്കെ കണ്ടതിൽ വാസുദേവൻ്റെയും കുടുംബത്തിൻ്റെയും കണ്ണുകൾ തിളങ്ങി. അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. മാളുവിൻ്റെ മാറ്റമെല്ലാം സാക്ഷി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാക്ഷി അതിനെപ്പറ്റി മാളുവിനോട് ചോദിച്ചെങ്കിലും അവളൊന്നും തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല. കല്യാണത്തിൻ്റെ ടെൻഷനായതുകൊണ്ടാണ് ചേച്ചി, അല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല എന്നവൾ മറുപടി പറഞ്ഞു. കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് കാശി നാട്ടിലേക്ക് തിരിച്ചു വന്നതും കല്യാണത്തിൻ്റെ തിരക്കുകളായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ മാളുവിനെ പോയി കാണാനോ മിണ്ടാനോ ഒന്നും അവന് പറ്റിയില്ല. കല്യാണ ചെലവും കാര്യങ്ങളെല്ലാം കാശിയുടെ വീട്ടുകാർ തന്നെയാണ് നോക്കിയത്. ഒരു ബുദ്ധിമുട്ടും അവർ വസുദേവനെ അറിയിച്ചില്ല. അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസമായി. ഇന്നാണ് മെഹന്തി ഫംഗ്ഷനും പരിപാടികളും. മെഹന്തി ഫംഗ്ഷനും പരിപാടികളെല്ലാമായി എല്ലാവരും അടിച്ചു പൊളിച്ചു. തലേ ദിവസം പോലും മാള് തൻ്റെ വീട്ടുകാരോട് കല്യാണത്തിന് താല്പര്യമില്ലാത്തത് പറഞ്ഞെങ്കിലും അവർ വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. രാവിലെ തന്നെ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു അവളെ ഒരുക്കാൻ. അവളെ ഒരുക്കി സുന്ദരിയാക്കി. കതിർ മണ്ഡപത്തിൽ കാശി ഇരിക്കുമ്പോൾ താലപ്പൊലി ഏറ്റി വരുന്ന മാളുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി. അത്രയും സുന്ദരിയായിരുന്നു അവൾ. ആ സാരിയിലും ആ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് അവളെ കാണുമ്പോൾ അവനൊരുപാട് കൊതി തോന്നി അവളെ ഒന്ന് അടുത്ത് കിട്ടാൻ. പക്ഷെ അവളുടെ മുഖത്ത് സന്തോഷം കൊണ്ടുവരാൻ അവൾ മാക്സിമം ശ്രമിച്ചു. എല്ലാവരുടെ മുമ്പിലും അവൾ സമർത്ഥമായി അഭിനയിച്ചു. അങ്ങനെ താലികെട്ടലും കല്യാണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നീട് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കാശി അവളെ മാക്സിമം ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മാളു അവനിൽ നിന്നൊരകലം പാലിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും കാശി കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ ചടങ്ങുകൾ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ വീട്ടുകാരെ പിരിയുന്നതിനേക്കാൾ ഇഷ്ടമില്ലാത്ത ജീവിതത്തിലേക്കാണ് അവൾ പോകുന്നത് എന്നതിലായിരുന്നു അവൾക്ക് സങ്കടം. കാശിയുടെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് അവൾ കയറി. എല്ലാവർക്കും അവളെ അറിയാവുന്നതുകൊണ്ടും അവിടെ എല്ലാവരും അവൾക്കറിയാവുന്നതുകൊണ്ടും ആ വീട് അവൾക്ക് പരിചിതമായതുകൊണ്ടും അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം അവളുടെ അപ്പച്ചീൻ്റെ വീടല്ലേ അത്. അങ്ങനെ രാത്രിയായി. സാക്ഷി വന്നവളെ സെറ്റ് സാരി കുടിപ്പിച്ച് കയ്യിലൊരു പാൽ ഗ്ലാസ് കൊടുത്ത് കാശിയുടെ മുറിയിലേക്കാക്കി. അവളെ കാത്തതുപോലെ കാശി ആ മുറിയിലിരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും കാശി സന്തോഷത്തിലൊന്ന് പുഞ്ചിരിച്ചു. അവളും ഒന്ന് തിരികെ നേർമയായി ഒന്ന് അവന് പുഞ്ചിരി നൽകി. അവൾ അവനോടങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളം നീറിപ്പോകുന്നുണ്ടായിരുന്നു. അവളെ പ്രണയിച്ച തൻ്റെ വൈശാഖിനെ പിരിയുന്നതോർത്ത്. ഇന്ന് കണ്ടിരുന്നു അവൾ തൻ്റെ കഴുത്തിൽ കാശിയേട്ടൻ താലി ചാർത്തുമ്പോൾ കലങ്ങിയ കണ്ണുകളുമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരുവനെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനി ഞാൻ എന്ത് ചെയ്യൂ ഈശ്വര? എന്നെ ആരും മനസ്സിലാക്കിയില്ലല്ലോ. കാശിയേട്ടനോടെല്ലാം പറഞ്ഞാലോ? വേണ്ട. കാരണം പിന്നീട് എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. വീട്ടിലറിഞ്ഞാൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കടുങ്കൈ ചെയ്യും. ഇനി എന്തൊരു വഴി? ഒരിക്കലും കാശിയേട്ടനെ ഭർത്താവായി കാണാൻ എനിക്ക് കഴിയില്ല.
ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വൈശാഖേട്ടനെ മറന്ന് ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തേലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്താടാ താൻ എന്താ ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുന്നത്? ആ ഒരു കാശിയുടെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. തുടരും.